രാജേഷിനെ തകർക്കാൻ ദേശാഭിമാനി നാടകം. ആറ്റുകാലിൽ തിരിച്ചടിച്ച് ക്ഷേത്ര ട്രസ്റ്റ്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പിന്നാലെ മേയർ വി രാജേഷിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും നഗരസഭാ ഭരണത്തെ പ്രതിക്കൂട്ടിലാക്കാനും CPM നടത്തിയ നീക്കങ്ങൾ നനഞ്ഞ പടക്കമായി. ക്ഷേത്ര പരിസരത്തെ ശുചീകരണം പാളിയെന്നാരോപിച്ച് നഗരസഭയെ താറടിക്കാൻ ശ്രമിച്ച CPMന് ക്ഷേത്ര ട്രസ്റ്റിന്റെ വിശദീകരണം തന്നെ തിരിച്ചടിയായിരിക്കുകയാണ്. ക്ഷേത്രവളപ്പിലെ ശുചീകരണം ട്രസ്റ്റിന്റെ നേരിട്ടുള്ള ചുമതലയിലാണെന്നും ഇതിൽ നഗരസഭയ്ക്ക് വീഴ്ച പറ്റിയിട്ടില്ലെന്നുമുള്ള വെളിപ്പെടുത്തൽ CPMനെയും മന്ത്രി ശിവൻകുട്ടിയെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കി. ഭരണസമിതിക്കെതിരെ മാലിന്യക്കുന്നുകൾ എന്ന ആരോപണമുയർത്തി രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ശ്രമിച്ചവരുടെ മുനയൊടിക്കുന്നതാണ് ട്രസ്റ്റിന്റെ നിലപാട്. ഉത്സവം കഴിഞ്ഞ് പന്തലുകൾ പൊളിച്ചു നീക്കുന്ന മുറയ്ക്ക് മാലിന്യം നീക്കുന്നത് കാലകാലങ്ങളായി ട്രസ്റ്റ് തന്നെയാണ്. ഇത് വ്യക്തമായി അറിയാവുന്ന മണ്ഡലം MLA കൂടിയായ മന്ത്രി ശിവൻകുട്ടി അന്വേഷണത്തിനായി RDOയെ ചുമതലപ്പെടുത്തിയത് ശുദ്ധ രാഷ്ട്രീയ നാടകമാണെന്ന് BJP ജില്ലാ വൈസ് പ്രസിഡന്റ് RS രാജീവ് കുറ്റപ്പെടുത്തി. മേയറുടെ ജനപ്രീതിയിൽ വിളറിപ്പൂണ്ട അഭിനയ ദാരുകന്മാരാണ് ഇത്തരം കുപ്രചരണങ്ങൾക്ക് പിന്നിലെന്നും അദ്ദേഹം പരിഹസിച്ചു. മേയർ വി രാജേഷിനെ താറടിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നതിന്റെ തെളിവാണ് CPM മുഖപത്രമായ ദേശാഭിമാനിയിൽ വന്ന വാർത്ത. പൊങ്കാലയുടെ ചൂടുകട്ടകൾ ശേഖരിച്ച് പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കുമെന്ന മേയറുടെ പ്രഖ്യാപനം 2 ദിവസം കഴിഞ്ഞിട്ടും നടന്നില്ല എന്ന വിചിത്രമായ വാദമാണ് പത്രം ഉയർത്തിയത്. മാർച്ച് 3 പൊങ്കാല കഴിഞ്ഞ് 6-ാം തീയതി ആയപ്പോഴേക്കും വീട് പണിഞ്ഞില്ലെന്ന ആരോപണം സോഷ്യൽ മീഡിയയിൽ ചിരി പടർത്തുകയാണ്. 2 ദിവസം കൊണ്ട് വീട് വയ്ക്കാൻ മേയർ മാന്ത്രികനല്ലെന്ന വസ്തുത നിലനിൽക്കെ കള്ളപ്രചാരണത്തിലൂടെ രാജേഷിന്റെ ഗ്രാഫ് താഴ്ത്താനാണ് CPM ശ്രമം. നഗരത്തിലെ പാർക്കിംഗ് കൊള്ള അവസാനിപ്പിച്ചതും യുദ്ധകാലാടിസ്ഥാനത്തിൽ ശുചീകരണം പൂർത്തിയാക്കിയതും മേയർക്ക് വലിയ കയ്യടി നേടിക്കൊടുത്തിരുന്നു. നടി മല്ലിക സുകുമാർ അടക്കമുള്ളവർ ഭരണസമിതിയുടെ മികവിനെ പ്രകീർത്തിച്ച് രംഗത്തെത്തിയിരുന്നു. ഇതോടെ പ്രകോപിതരായ CPM നേതൃത്വം ക്ഷേത്രത്തിനകത്തെ ട്രസ്റ്റിന്റെ ഉത്തരവാദിത്വത്തിലുള്ള മാലിന്യങ്ങൾ ചൂണ്ടിക്കാട്ടി നഗരസഭയെ നാണം കെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ട്രസ്റ്റ് തന്നെ സത്യം വിളിച്ചു പറഞ്ഞതോടെ മേയറെ പൂട്ടാനിറങ്ങിയവർക്ക് ആറ്റുകാൽ മണ്ണിൽ നിന്നും കനത്ത പ്രഹരമാണ് ലഭിച്ചിരിക്കുന്നത്.